നമസ്കാരം. ഇതെന്തു പറ്റി നമ്മുടെ രാധാകൃഷ്ണന്? കൊടിവച്ച കാർ ഉപേക്ഷിച്ച് കെ രാധാകൃഷ്ണൻ എന്തിനാണ് ഇങ്ങനെ ലോക്സഭയിലേക്ക് പോകുന്നത് എന്നൊരു ചോദ്യം അണികൾ ചോദിക്കും. മന്ത്രിപ്പണിയേക്കാൾ കേമമാണോ ഈ എം പി സ്ഥാനം എന്നും ചോദിക്കാം. സാധാരണക്കാരുടെ ഒരു സംശയമാണ് കേട്ടോ ഇത്. പിണറായി മന്ത്രിസഭയിൽ ഒന്നേ ഉള്ളൂ, 2ഉം 3ഉം സ്ഥാനമൊന്നും ഇല്ലെങ്കിലും പരിചയസമ്പത്തിൽ രണ്ടാമനെന്ന് പറയാവുന്ന ഒരേ ഒരാൾ ഈ കെ രാധാകൃഷ്ണനാണ്. പട്ടികജാതി പട്ടികവർഗ വകുപ്പും ദേവസ്വം വകുപ്പും കൈയാളി ഇവിടെ സമാധാനമായും സന്തോഷമായും കഴിഞ്ഞിരുന്ന പാവപ്പെട്ട രാധാകൃഷ്ണനെ ലോക്സഭയുടെ അകത്തളങ്ങളിൽ 4 CPM എംപിമാരിൽ ഒരാളായി പ്രതിപക്ഷത്തിന് ഇരുത്താനായിരുന്നു പാർട്ടി തീരുമാനിച്ചത് എന്നുള്ളത് ഖേദകരമാണ് കേട്ടോ. ഏതർത്ഥത്തിലും രാധാകൃഷ്ണൻ ഈ വിജയം നഷ്ടക്കച്ചവടമാണ്. 2 വർഷം കൂടി മന്ത്രിപദവിയിൽ വിലസാൻ കഴിയുമായിരുന്ന രാധാകൃഷ്ണനെ പാർട്ടി നിർബന്ധിച്ച് ആലത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്നുള്ളതാണ്. പ്രതിച്ഛായയുള്ള ഒരു CPM പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് ഈ പറയുന്ന രാധാകൃഷ്ണൻ തന്നെ അവിടെ കൊണ്ട് നിർത്തിയത് ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി. ഒരു മന്ത്രിയല്ലാതെ മറ്റാരും പാർട്ടിയിൽ പ്രതിച്ഛായ ഉള്ളതായി അല്ലെങ്കിൽ ഇല്ലായിരുന്നു എന്ന് സമ്മതിക്കലായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മത്സരിക്കാനില്ല എന്ന് തുടക്കത്തിൽ തന്നെ ഈ രാധാകൃഷ്ണൻ പാർട്ടിയെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ പാർട്ടി ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്നുള്ളതാണ്. 1 മാസക്കാലം മണ്ഡലത്തിൽ ഉടനീളം ഓടി നടന്നുകൊണ്ട് വിയർത്ത് കുളിച്ചുകൊണ്ട് അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. രമ്യ ഹരിദാസ് പാട്ടുംപാടി ജയിക്കും, തനിക്ക് തിരികെ മന്ത്രിയാകാമെന്ന് കരുതിയിരുന്നുവെങ്കിലും കോൺഗ്രസിലെ കുത്തിത്തിരിപ്പിന്റെ ഫലമായിട്ട് രമ്യ തോൽക്കുകയും രാധാകൃഷ്ണൻ ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. VT ബലറാമിനോടൊക്കെ നന്ദി പറയുക. ഇനിയിപ്പോൾ MLA പദവിയും മന്ത്രി പദവിയും രാജിവെച്ച് ഡൽഹിക്ക് പോകാം രാധാകൃഷ്ണന്. ഡൽഹിയിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ ലോക്സഭയിൽ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കാം ഈ രാധാകൃഷ്ണന്. പൊതുവെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന രാധാകൃഷ്ണൻ സഖാവ് അവിടെ ഭരണപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ ഇടിമുഴക്കമാകുമെന്ന് പ്രതീക്ഷിക്കുവാനും വയ്യ. ഇതെല്ലാം കാണുമ്പോൾ മന്ത്രിസഭയിൽ ആകെ ഉണ്ടായിരുന്ന പരിചയസമ്പന്നനായ ഒരു മുതിർന്ന മന്ത്രിയെ കെട്ടുകെട്ടിക്കുവാൻ തുനിഞ്ഞിറങ്ങിയ പിണറായി വിജയനെ നമോഭാഗം കൊടുക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ലൊടുക്കുവേല, ഈ സ്ഥാനാർത്ഥിത്വം, ഇതൊക്കെ നമുക്ക് സംശയിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനാവില്ല. കൊടിവെച്ച കാറ് പോയി ഇനി ഡൽഹിയിൽ പോയി കൊടി പിടിക്കാമെന്ന് പറഞ്ഞു പോകുന്ന കെ രാധാകൃഷ്ണനെ ആരും മറക്കില്ല. ചേലക്കരക്കാരുടെ രാധേട്ടനെ ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഈ പാവപ്പെട്ടവൻ ചെയ്തു പോയത്? പിണറായി വിജയ, ഇത്ര ക്രൂരനായി പോകുന്നല്ലോ താങ്കൾ. മന്ത്രിയായി വരുന്ന 2 വർഷം കൂടി അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞേനെ. കേരളത്തിൽ ദേവസ്വം വകുപ്പും മറ്റ് പട്ടികജാതി വകുപ്പും ഒക്കെ ഭരിച്ച് പാവപ്പെട്ടവൻ അങ്ങനെ ഓടി നടന്നേനെ, ചേലക്കരക്കാരുടെ സ്വന്തമായി ജീവിച്ചേനെ. പക്ഷേ അദ്ദേഹത്തിനെ കെട്ടുകെട്ടിക്കുക എന്നുള്ളത് താങ്കളുടെ കെടുകാര്യസ്ഥതയും കെടുബുദ്ധിയുമായിരുന്നു. അത് നിങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കി എന്നുള്ളതാണ്. അത് ആർക്ക് കാശ് കൊടുത്തിട്ടാണെങ്കിലും രാധാകൃഷ്ണനെയും KK ശൈലജയെയും കെട്ടുകെട്ടിക്കുക എന്നുള്ളത് താങ്കളുടെ കുബുദ്ധിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ സ്ഥാനാർത്ഥിത്വം എന്ന് അവർക്ക് 2 പേർക്കും മനസ്സിലായി കഴിഞ്ഞു എന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കാതിരിക്കരുത്. പക്ഷേ കൊടിവെച്ച കാറും പോയി മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെ ഉപേക്ഷിച്ച് ആ പാവപ്പെട്ടവനെ നിങ്ങൾ ഡൽഹിയിലേക്ക് കയറ്റിവിട്ടപ്പോൾ എന്ത് നേടി? എന്ത് നേട്ടമാണ് നിങ്ങൾ നേടിയെടുത്തത്? അത് പറയേണ്ടതല്ലേ? CPMകാരുടെ മനസ്സിൽ കോറി വെച്ച ഒരു മുഖമുണ്ട് രാധാകൃഷ്ണന്റെ, ചേലക്കരക്കാരുടെ സ്വന്തം രാധേട്ടൻ്റെ. ആ ചേലക്കരക്കാർ കൂടി ഇപ്പോൾ CPMനെ വെറുക്കുന്നുണ്ടായിരിക്കും. മുഖ്യമന്ത്രി എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനെ വെറുക്കുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങളുടെ കുബുദ്ധിയിലാണ് രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് വണ്ടി കയറി വേണ്ടി വന്നത് ഡൽഹിയിലേക്ക്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കണമെന്ന് നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി പെരുമാറിയത് തന്നെയാണ്. KK ശൈലജയും അങ്ങനെ തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണമെന്ന് താങ്കൾ വിചാരിച്ചത് തന്നെയാണ്. നാണമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി നിങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. 19 സീറ്റുകളും തകർന്നു പോയിട്ടും 1 സീറ്റിന്റെ ബലത്തിൽ ഈ മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കുവാൻ കാണിക്കുന്ന നിങ്ങളുടെ വ്യഗ്രതയുണ്ടല്ലോ. നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് മുലച്ചാൽ അതും ഒരു തണലാണെന്ന് വിശ്വസിക്കുന്ന ഒരേ ഒരു സഖാവ്, അതാണ് പിണറായി. നിങ്ങൾ അന്തസ്സുണ്ടെങ്കിൽ രാജിവെച്ച് ഈ തോൽവിയുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടതാണ്. അത് ചെയ്യാതെ ഈ പാവപ്പെട്ടവനായിട്ടുള്ള രാധാകൃഷ്ണനെ കെട്ടുകെട്ടിച്ചതുകൊണ്ടൊന്നും ഈ CPM നന്നാവാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക.